ജഫ്ന, നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അല്ലേ? ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഓരോന്ന് പറയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരുമോ? ഓ, പറഞ്ഞതാലോ. ഇപ്പൊ നമുക്ക് ബ്ലാക്ക് ക്രെറ്റ സ്റ്റാർട്ട് ചെയ്യാം. ഇത് 2024 മോഡലാണ്. വെറും 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമ്മൾ ചോദിക്കുന്ന റേറ്റ് 13,90,000 ആണ്. എസ് ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ മാനുവൽ ആണ്. 2024 വാറന്റിയും കാര്യങ്ങളും വേറെ ഒന്നും നോക്കണ്ടല്ലേ? വാറന്റി കറക്റ്റ് കമ്പനി വാറന്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ. കൂടാതെ നമ്മളും 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. 1 ഇയർ ബൈബാക്ക്. 1 ഇയർ വാറന്റി എന്ന് പറയുമ്പോൾ എന്തിനാ നമ്മൾ കൊടുക്കുക? നമ്മൾ എഞ്ചിനും ഗിയർ ബോക്സിനാണ് 1 ഇയർ വാറന്റി കൊടുക്കുന്നത്. കൂടാണ്ട് ഒരു ബൈബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. അതായത് നമ്മുടെ തന്നെ 1 ഇയറിനുള്ളിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 20% ഡിപ്രിസിയേഷനിൽ നമ്മൾ തിരിച്ചെടുക്കും. ഓ, അപ്പം വണ്ടി എടുത്ത് തിരിച്ച് പിന്നെ ആ ഒരു പേടി വേണ്ട. അപ്പൊ നമുക്ക് ഇന്ന് അടുത്ത വണ്ടിയിലേക്ക് പോയാലോ? ഞാൻ അടുത്തൊരു ഓഫർ പ്രൈസ് ഉള്ള ഒരു വണ്ടി കാണിച്ചു തരാം. ഇത് 2021 മോഡലാണ്. HTX ആണ്. IMT ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 40-something കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു ഓഫർ പ്രൈസ് ആയിട്ട് 8,60,000 ഫൈനൽ കൊടുക്കും വണ്ടി. അപ്പൊ ഒരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റാർട്ടിംഗ് വണ്ടിയല്ലേ? 10 ലക്ഷത്തിന് താഴെ. വണ്ടിക്ക് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ലോണും അവൈലബിൾ ആവും. ലോൺ അവൈലബിൾ ആണല്ലേ? ഞാനൊരു പാർക്ക് ആൻഡ് സെയിൽ വണ്ടി കാണിച്ചു തരാം. ഇത് നമ്മളെ വണ്ടിയല്ല, നമ്മളൊരു കസ്റ്റമർ വണ്ടിയാണ്. സെൽട്ടോസ് ആണോ? സെൽട്ടോസ് ആണ്. HTK പ്ലസ് IMT ആണ്. അതായത് ക്ലച്ച്ലെസ് ആണ്. 2022 മോഡൽ HTK പ്ലസ് IMT സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 32,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നമ്മൾ ഏകദേശം എത്ര ചോദിക്കുന്ന ഈ വണ്ടിക്ക്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 12,90,000 ആണ്. അതിൽ ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് കസ്റ്റമർ കൊടുക്കും. ഇതൊക്കെ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ തന്നെ പാസ്സാവും. ചെയ്യാൻ പറ്റില്ല. ഏകദേശം ഒരു 1 ലക്ഷം രൂപയൊക്കെ ഏകദേശം ഡൗൺ പേയ്മെന്റ് 1 lakh ഒക്കെ കണ്ടാൽ മതിയോ ഈ സെൽട്ടോസിലൊക്കെ?